വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിലുണ്ടായ വലിയ വർധനവ് ബേക്കറി മേഖലയെ തകർക്കുമെന്ന് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ബേക്കേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കടക്കം വലിയ വിലവർധനവാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതെന്നും ഇതിന് പിന്നാലെയുള്ള ഇരുട്ടടിയാണ് പാചകവാതകത്തിന് 1000 രൂപയോളം വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയെന്നും ബേക്കേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ദിലീപ് എൻ വിസ് പറഞ്ഞു. ബേക്കറികളിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ആളുകൾ വളരെ ചുരുക്കം മാത്രമാണ് എത്തുന്നത്. ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിച്ചതായുള്ള പ്രചരണങ്ങൾക്ക് പിന്നാലെയാണ് ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായത്. പക്ഷേ പഴയ വില തന്നെയാണ് എല്ലാ ബേക്കറികളിലും തുടരുന്നത്. വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകുവാൻ ആകില്ല എന്ന അവസ്ഥയാണ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുള്ളത്. ഇതിന് കാരണം കഴിഞ്ഞ ദിവസമുണ്ടായ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലവർധന തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ആവശ്യമായ സബ്സിഡി അടക്കം നൽകിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ബേക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി പശ്ചിമേഷ്യയിൽ നടക്കുന്ന അമേരിക്കൻ ഇറാൻ യുദ്ധത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമസ്ത മേഖലകളിലും പ്രതിസന്ധികളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വ്യവസായമായി മാറിയിരിക്കുകയാണ് ബേക്കറി. കഴിഞ്ഞ തവണ സാധാരണ രീതിയിൽ ഗ്യാസിൻ്റെ വില കൂട്ടുന്നത് 200 രൂപ അങ്ങനെയൊക്കെ ചെറിയ രീതിയിലായിരുന്നു കൂട്ടിക്കൊണ്ടിരുന്നത്. ഈ തവണ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഗ്യാസിന്റെ വില ഏകദേശം 1000 രൂപയോളം ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രതിസന്ധി ബേക്കറിക്കാർക്ക് വളരെ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണേലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണേലും ഉണ്ടാകണം. അതിനൊരു സബ്സിഡി നിരക്കിൽ എല്ലാ വ്യവസായികൾക്കും ബേക്കറിക്കാർക്കും അതുപോലെ ഹോട്ടലുകാർക്കും നൽകുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. ദിലീപ് എൻ വിസ്, ഇടുക്കി ജില്ലാ സെക്രട്ടറി. അടിയന്തര ഇടപെടൽ വിഷയത്തിൽ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ഈ മേഖല തന്നെ ഇല്ലാതാകുമെന്നും അസോസിയേഷൻ കൂട്ടിച്ചേർക്കുന്നു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.